ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാമെന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓളം കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഇതുപോലെ ഒരു പേപ്പർ റോളാണ് എടുത്തിരിക്കുന്നത്. ഇതിനി കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺ ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓരോ അരികും ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺ ഷേപ്പിന് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അറ്റത്ത് പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ സൈഡും ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോൺ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഹൈറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റമൊന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അറ്റം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തേക്കുന്നത് ഈ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ കോണിൻ്റെ ഉള്ളിലോട്ട് ഈ റൗണ്ട് ഷേപ്പ് വെച്ച് കൊടുക്കാനാണ്. ഈ ഓരോ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ആ കോൺ ഷേപ്പിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണമെങ്കിൽ ആ കോൺ ഷേപ്പ് നല്ല ഒരു ഇത് തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ഈ ഓരോ റൗണ്ട് ഷേപ്പും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് നല്ലൊരു ഷേപ്പും ആ ഒരു ഭംഗിയും കിട്ടും. അപ്പോൾ നമുക്കിത് ബാക്കിയെല്ലാം ഓരോന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയുള്ള ആ കോൺ ഷേപ്പ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈപ്പോ ചെടിച്ചട്ടിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയയാണ് എന്തുകൊണ്ട് ട്രൈപോഡ് യൂസ് ചെയ്ത് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയാലെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ട്രൈപോഡ് ഒന്ന് അതിൻ്റെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീനെ വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് കറക്റ്റ് ഒരു സ്റ്റാൻഡ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈപോഡ് ഇല്ലാത്തവർ ഒരു പൈപ്പ്, ഒരു നീളമുള്ള ഒരു കമ്പോ എടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ട്രീക്ക് ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മെയിൻ ഐറ്റം. അപ്പോൾ ഇത് തന്നെ നിങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ബൾക്കായിട്ട് മേടിക്കണമെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിന് 10-20 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കോൺ ഷേപ്പിൽ ഓരോന്നായി ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓരോന്ന് എടുത്തിട്ട് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഈ കോൺ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കിനി ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ബോൾസിന് ഒരെണ്ണത്തിന് 6 രൂപയാണ്. ഈ ബെൽസ് 12 എണ്ണത്തിന് 20 രൂപയാണ്. അതേപോലെ ഈ മേരി ക്രിസ്മസ് എഴുതിയേക്കണതിന് ഒരെണ്ണത്തിന് 20 രൂപയാണ്. ഈ ഗിഫ്റ്റ് ബോക്സ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഒരു സ്ക്വയർ ബോക്സ് പോലെ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഗിഫ്റ്റ് പേപ്പർ യൂസ് ചെയ്ത് കവർ ചെയ്യായിരുന്നു. അതേപോലെ തന്നെ ഇതും പേപ്പർ ജസ്റ്റ് ചുരുട്ടി എടുത്തിട്ട് അതിൽ ഗിഫ്റ്റ് പേപ്പർ കവർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഈ ക്രിസ്മസ് പപ്പനെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ക്രിസ്മസ് പപ്പനെ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്കിതെല്ലാം യൂസ് ചെയ്ത് ഈ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ സ്റ്റാർ ഞാനൊരു കാർഡ്ബോർഡിൽ സ്റ്റാർ ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്ത് ഗിഫ്റ്റ് പേപ്പർ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് നമുക്ക് ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.